guys, welcome back to my YouTube channel. So I thought of taking like a get ready with me video. എനിക്ക് ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ പോലെ ഉണ്ട്. സോ ഐ തോട്ട് ചെറുതായിട്ടൊരു കാഷ്വൽ വ്ളോഗ് പോലെയും ഷൂട്ട് ചെയ്യാമെന്ന് ഓർത്തു. ഇപ്പോഴെങ്കിലും ഞാൻ റെഡി ആവാൻ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. സോ ലെറ്റ്സ് ഡു സ്കിൻ കെയർ ഫസ്റ്റ്. ഇത് നൈറ്റ് കെയർ റൊട്ടീനിലും മോർണിംഗ് കെയറിലാണെങ്കിലും ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു കോസാറക്സിൻ്റെ പെപ്റ്റൈഡ് സ്കിൻ ബൂസ്റ്റർ സിറമാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യാറ്. ഇതിനെ ഒന്ന് ഡ്രൈ ആവണം. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. യൂഷ്വലി ഇങ്ങനെ സ്കിൻ കെയറും മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പം പാട്ടിടാറുണ്ട്. കോസാറക്സിൻ്റെ ഓൾ ഇൻ വൺ ക്രീം ഇത് അധികം അപ്ലൈ ചെയ്യാറില്ല, ജസ്റ്റ് കുറച്ച്. നെക്സ്റ്റ് ലാക്മേയുടെ യൂത്ത് ഇൻഫിനിറ്റി സിറം. ലാക്മേയുടെ ഒരു ഡേ ക്രീം. I think I should have done like a Q&A ഇതിൻ്റെ അപ്പം എനിക്കിങ്ങനെ ആൻസറും ചെയ്യാമായിരുന്നല്ലോ. ബട്ട് ഞാനതിനെപ്പറ്റി ചിന്തിച്ചില്ല. ഞാൻ പെട്ടെന്ന് എടുക്കാമെന്ന് ഓർത്തൊരു വീഡിയോ ആണ്. സൺസ്ക്രീൻ ഇസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇതില്ലാണ്ട് എനിക്ക് ആക്ച്വലി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഇതില്ലാണ്ട്, സൺസ്ക്രീൻ ഇടാണ്ട്. ഇപ്പം ഞാൻ ഈവനിങ് ആണെങ്കിലും നൈറ്റ് ഇറങ്ങുവാണെങ്കിലും പോലും ഞാൻ സൺസ്ക്രീൻ എപ്പോഴും അപ്ലൈ ചെയ്യും. ഞാൻ ഈ പ്രൊഡക്ട്സ് ഇൻസ്റ്റയിലൊക്കെ ഈ പ്രൊഡക്ട്സിൻ്റെ കുറേ നല്ല റിവ്യൂ കണ്ടായിരുന്നു. മാൾസിൻ്റെ പ്രൈമർ. ഫേസിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. And ring light ഇല്ലാണ്ട് this is how it looks. Next is blush, liquid blush. ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്രം ടിപ്സി ബ്യൂട്ടി. ലൈക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റ്. കെ ബ്യൂട്ടിയുടെ പൗഡർ, setting powder. Blush from Revolution. ചെറുതായിട്ട് ഒന്ന് ബ്ലഷ് കുറച്ച്. ഹൈലൈറ്റർ ഞാൻ നേരത്തെ യൂസ് ചെയ്ത ടിപ്സിയുടെ ഇതിൽ അതിന് ഓൾറെഡി ചെറിയൊരു ഹൈലൈറ്റർ പോലെയും കൂടി ഉണ്ട്. സോ അധികം ഇതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് അപ്ലൈങ് എ ലിറ്റിൽ ബിറ്റ്. അതിൻ്റെ ഈ കോലം കാണിച്ചു കൊടുക്കട്ടെ. വ്ളോഗിങ് ഹായ് പറയുമ്പോ സെൽഫി. ഞാൻ വ്ളോഗ് ചെയ്യുവാ. mascara from Mars. നെക്സ്റ്റ് ഞാൻ അത് ചേഞ്ച് ഇൻ ടു മൈ ഔട്ട്ഫിറ്റ്. കാരണം ഔട്ട്ഫിറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഏത് ഷെയ്ഡ് ലിപ്സ്റ്റിക്കും യൂസ് ചെയ്യണം എന്നൊക്കെ കറക്റ്റ് അറിയുള്ളൂ. സോ ഐ ജസ്റ്റ് ചേഞ്ച് ഇൻ ടു മൈ ഔട്ട്ഫിറ്റ്. ഐ ഹാവ് ചേഞ്ച് ഇൻ ടു മൈ ഔട്ട്ഫിറ്റ്. ഞാൻ ഇടുന്നത് ഇറ്റ്സ് ലൈക്ക് എ റെഡ് ബോഡിക്കോൺ ഡ്രസ്. ഇതെൻ്റെ ബർത്ത്ഡേ ഡ്രസ്സായിരുന്നു ലാസ്റ്റ് ഇയറിൽ. സോ ഞാൻ ഇത് പിന്നെ ഇട്ടിട്ടേ ഇല്ല. സോ ഐ ആം വെയറിങ് ദിസ്. ഇത് തീരാറായി. ബട്ട് ഞാൻ ഇതുവരെ പുതിയ മേടിച്ചിട്ടുള്ള ക്രീമൊക്കെ മേടിക്കാമെന്ന് ഓർത്തറിയാം.
ഇതാണ് എൻ്റെ പ്രോപ്പർ ലുക്ക്. സോ ഞാനിനി വീണ്ടും ടൈം ലേറ്റ് ആക്കുന്നില്ല. ഐ എം ജസ്റ്റ് ഗോണ ഗോ. മാം ഒരു ഫോട്ടോ പ്ലീസ്. കാരണം എൻ്റെ പുതിയ വീഡിയോയിൽ സെൽഫി സോ പാവം എന്നൊക്കെ പറഞ്ഞ് വലിയ പിക്ചറൊക്കെ എടുക്കാൻ ഞങ്ങൾ വന്നതാ. അണ്ടർ മെയിൻ്റനൻസ്. വേറെ സ്ഥലത്ത് പോകുന്നുണ്ട്. ബട്ട് ഗുഡ് ലൈറ്റിംഗ്. നമ്മളിപ്പോൾ പനമ്പള്ളി പോകുന്നത്. നമ്മൾ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടെ എപ്പിക് പോയിട്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തേ വരണം എന്ന്. വന്ന് ഞങ്ങൾ രണ്ടും ഒരേ സമയം ഇറങ്ങുകയും ചെയ്തു. ചൂടെടുത്തിട്ട് സംസാരിക്കാനും പറ്റുന്നില്ല. ഭയങ്കര വെയില്. സാധാരണ ഉള്ളതിനേക്കാളും കൂടുതൽ വെയിൽ പോലെ തോന്നുന്നുണ്ടോ? അല്ലേ? ഭയങ്കര ചൂട്. അപ്പോൾ ഊബർ വിളിച്ച് ഊബർ എത്തി. സോ നൗ വി ആർ ഗോയിങ് ടു കോഴ്സ് അവർ ഗോ ടു പ്ലേസ്. Hi guys. Hello. കഴിഞ്ഞിറങ്ങി. ശരിക്കും അവിടെ കയറിയിട്ട് ഇന്നലെ ഞങ്ങളോട് പറഞ്ഞു അവിടെ കയറിയിട്ട് ബൈക്കിന്റെ പ്രൈസ് ചോദിക്കുന്നുണ്ട്. പറഞ്ഞു കയറി കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട്. ചോദിക്കണ അവിടെ ഒരാളല്ല കണ്ടും നമ്മളെ മാത്രം എടുക്കാനുള്ള. ഓവറാക്കണോ എടുത്തോണ്ടിരിക്കുന്ന ഗ്ലോ ഉണ്ട്. സെൽഫി വണ്ടി അടിച്ചിട്ട് അവിടെ നീങ്ങിയിട്ട് ക്രിസ്മസ് ട്രീ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എനിക്കങ്ങ് വിചാരിച്ചു അത്രയും വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്. ആൻഡ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഞാൻ കുറേ പേര് കമൻസ് ഉണ്ടായിരുന്നു ലൈക്ക് വോയിസ് അത്ര ക്ലിയർ അല്ലാന്ന്. സോ ഐ ഓർഡർഡ് എ മൈക്ക്. അത് കിട്ടി. സോ ഐ ഹോപ്പ് ആ ഒരു പ്രശ്നം ഇതായിട്ടുണ്ടാവുന്നു. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ. അപ്പോൾ ലെറ്റ്സ് സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.